തമിഴ്നാട്ടിൽ മന്ത്രി കെ പൊന്മുടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സുപ്രീം കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഗവർണർ RN രവി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ശുപാർശ ഗവർണർ തള്ളിയിരുന്നു. ഇന്ന് 3:30-നാണ് സത്യപ്രതിജ്ഞ. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. മനേഷ്, ഒരു നിയമ പോരാട്ടത്തിന് അല്ലെങ്കിൽ അത്തരം സങ്കീർണമായ നീക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ കെ പൊന്മുടി തമിഴ്നാട്ടിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശം വരേണ്ടി വന്നു ഗവർണർക്ക് ഈ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകാൻ. എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, രൂക്ഷമായ വിമർശനങ്ങളും അതുപോലെ തന്നെ താക്കീതും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ ഗവർണർ RN രവിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ, അതായത് ഇന്ന് ഒറ്റ ദിവസമാണ് നൽകുക, ഇന്ന് ഒരു ദിവസം കൊണ്ട് കൃത്യമായ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായിരുന്നു. രൂക്ഷമായ വിമർശനവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശ നൽകിയിരുന്നു. അത് തള്ളുകയാണ് ഗവർണർ RN രവി ചെയ്തത്. അതിന് കാരണമായി പറഞ്ഞിരുന്നത് ശിക്ഷയാണ് സ്റ്റേ ചെയ്തത്, കുറ്റവാളി എന്ന കണ്ടെത്തൽ സുപ്രീം കോടതി റദ്ദാക്കിയിട്ടില്ല എന്നുള്ള കാര്യമായിരുന്നു. അതിന് ഒടുവിലാണ് DMK സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്നലെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം 3:30 മണിക്ക് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി കെ പൊന്മുടിയെ എന്തായാലും രാജ്ഭവനിലേക്ക് ഗവർണർ ക്ഷണിച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ രൂക്ഷമായ വിമർശനത്തിന് പിന്നാലെയാണ് ഈ രീതിയിലുള്ള നടപടികളിലേക്ക് പോകുന്നത്. മാത്രമല്ല, DMK സംബന്ധിച്ച ഒരു തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും വലിയ വിജയമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം സുപ്രീം കോടതിയിൽ നിന്നുള്ള അനുകൂല വിധി സമ്പാദിക്കുന്നു ഗവർണർക്കെതിരെ, അതായത് ഭരണഘടനയിൽ ഇടപെടുന്ന അല്ലെങ്കിൽ ഭരണഘടനാപരമായി തന്നെ ഗവർണർ ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളൊരു ആരോപണം ഇന്നലത്തെ കഴിഞ്ഞ കാലങ്ങളിലായി ഉണ്ട്. അത് സുപ്രീം കോടതിയിൽ എത്തുന്ന ഒരു നിലയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു. സുപ്രീം കോടതി അതിന് അനുകൂല നിലപാടെടുക്കുന്നു. എന്നാൽ സുപ്രീം കോടതി പറഞ്ഞ മറ്റൊരു കാരണം, ഭരണഘടനാപരമായി ഗവർണർ നിൽക്കില്ല എങ്കിൽ പിന്നീട് സർക്കാരുകൾക്ക് എന്ത് ചെയ്യാനാണ് സാധിക്കുക, സുപ്രീം കോടതിയെ സമീപിക്കുക അല്ലാണ്ട് മറ്റു മാർഗങ്ങളില്ലല്ലോ തുടങ്ങിയ കമന്റുകൾ കൂടി ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും DMK സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്, കെ പൊന്മുടിയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ. എന്തായാലും 3:30 ഇന്നിപ്പോൾ വൈകിട്ട് 3:30 കെ പൊന്മുടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. വൈകിട്ട് 3:30-ക്കാണ് കെ പൊന്മുടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്.